നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ഒരു ലോക്ക് ഫീച്ചർ വളരെ മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ അറിഞ്ഞു കാണും. എന്നാൽ നമുക്ക് ഓരോ ചാറ്റും ലോക്കും ചെയ്തു വയ്ക്കുവാനും അത് ഒളിപ്പിച്ചു വയ്ക്കുവാനും സാധിക്കും. ഈ ഫീച്ചറുകൾ പലപ്പോഴും നമ്മൾ ചെയ്തു നോക്കാറില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ഇതുവരെ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. തീർച്ചയായും നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ലോക്ക് ചാറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏത് ചാറ്റാണ് ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ലോക്ക് ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്കിവിടെ കണ്ടിന്യൂ എന്ന ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫിംഗർ ലോക്കാണ് മൊബൈലിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ലോക്കാണ് നിങ്ങൾ ഫോണിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ആ ലോക്ക് ഇവിടെ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ദിസ് ചാറ്റ് ഈസ് ലോക്ക്ഡ്. നമ്മൾ ആ സെലക്ട് ചെയ്ത പ്രൊഫൈൽ ഇവിടെ ലോക്കായി എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ആ സെലക്ട് ചെയ്ത പ്രൊഫൈൽ ഇവിടെ നിന്നും പോയി. അങ്ങനെ നമ്മളെല്ലാവരും ലോക്ക് ചാറ്റ് വഴി നമ്മുടെ പ്രൊഫൈലുകൾ അങ്ങനെ ലോക്കൊക്കെ ചെയ്തു വയ്ക്കും. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ പ്രൊഫൈലുകൾ നമുക്ക് വീണ്ടും ഹൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കേണ്ട പ്രൊഫൈലിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് പാസ്വേഡാണോ നൽകേണ്ടത് അതിവിടെ നമുക്ക് നൽകാം. ഞാനിവിടെ ഒരു ഇമോജിയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. വീണ്ടും അത് തന്നെ കൺഫർമേഷൻ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അത് കൊടുത്ത് ഡൺ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ലോക്ക്ഡ് ചാറ്റ്സ് ആർ ഹിഡൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ താഴേക്ക് വന്നു എന്ന് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഹൈഡ് ചെയ്തു വെച്ച ആ പ്രൊഫൈൽ നമുക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ നമ്മൾ വാട്സപ്പിലെ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് പോയി നമ്മൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച പ്രൊഫൈൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് നമുക്ക് അതിൽ ചാറ്റ് ചെയ്യുകയും പിന്നീട് അത് ജസ്റ്റ് ഒന്ന് ബാക്ക് പോയാൽ അത് ജസ്റ്റ് വീണ്ടും ലോക്ക് ആവുകയും പിന്നീട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ കൊടുത്ത ആ പാസ്വേഡ് കൂടെ കൊടുത്താൽ വീണ്ടും ആ ലോക്ക്ഡ് ചാറ്റ് വീണ്ടും വരികയും നമുക്ക് പിന്നീട് മെസ്സേജ് അയക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്